ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗം 26-ാമത്തെ ശ്ലോകം. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥഃ പിതൃനഥ പിതാമഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഹീംസ്തതാം ശുശുരാൻ സുഹൃദശ്ചൈവാം സേനയോരുഭയോരപി. അപ്പോൾ ഇരു സേനയിലും നിൽക്കുന്ന പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും തോഴന്മാരെയും ശുശുരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ആ അർജുനൻ അവിടെ നിൽക്കുന്ന ആ ബന്ധുജനത്തെയെല്ലാം കണ്ട് കൃപാതിരേകത്തോടുകൂടി വിഷാദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖഞ്ച പരിശിഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസദേഹസ്ഥാത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോ വ്യവസ്ഥാതും ഭ്രമതി വചമേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവാം. അല്ലയോ കൃഷ്ണ, യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ബന്ധുജനത്തെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു, എൻ്റെ വായ വരളുന്നു, ശരീരം വിറയ്ക്കുകയും ചെയ്യുന്നു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് പിടിമുറുകാതെ വീഴുന്നു, ദേഹത്തിലെ തൊലി തന്നെയും എരിപൊരി കൊള്ളുന്നു. ഉറച്ചു നിൽക്കുവാൻ ഞാൻ ശക്തനല്ല, എൻ്റെ മനസ്സ് സംഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു. അല്ലയോ കേശവ, വിപരീതങ്ങളായ ശകുനങ്ങളും ഞാൻ കാണുന്നു. ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. സുജനത്തെ യുദ്ധത്തിൽ നശിപ്പിച്ചിട്ട് ശ്രേയസ്സൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ വിജയത്തെ ആവട്ടെ രാജ്യത്തെ ആവട്ടെ ആഗ്രഹിക്കുന്നില്ല. സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. അല്ലയോ കൃഷ്ണ, ഞങ്ങൾക്ക് രാജ്യം എന്തിന്? സുഖാനുഭവങ്ങളും ജീവിതം തന്നെയും എന്തിന്? യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാഃ സുഖാനി ച തയിമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച ആചാര്യഃ പിതരഃ പുത്രഃ തഥൈവ ച പിതാമഹഃ മാതുലാഃ ശുശുരാഃ പൗത്രാഃ സ്യാലാഃ സംബന്ധിനസ്തതാ. ഞങ്ങൾ ആർക്കുവേണ്ടി രാജ്യത്തെയും സുഖഭോഗങ്ങളെയും കാംക്ഷിക്കുന്നുവോ ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും അങ്ങനെ തന്നെ പിതാമഹന്മാർ മാതുലന്മാർ ശുശുരന്മാർ പൗത്രന്മാർ ശ്വാലന്മാർ എന്നിവരും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമെല്ലാം ജീവനും ധനവും ത്യജിച്ച് പോർക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹ കിന്നു മഹീകൃതേ. അല്ലയോ കൃഷ്ണ, എന്നെ അവർ കൊല്ലുന്നതായാലും ത്രൈലോക്യാധിപത്യം തന്നെ എനിക്ക് കിട്ടുന്നതായാലും ഞാൻ അവരെ ഹനിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി? നിഹത്യ താർത്ഥരാഷ്ട്രാന്നഃ കാ പ്രീത്യഃ സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാം ഹതൈതാനാദദായിനഃ. അല്ലയോ കൃഷ്ണ, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുക? ഇവരെ കൊല്ലുന്നതായാലും ഞങ്ങളെ പാപം തന്നെ ബാധിക്കും. അവർ ദുഷ്പ്രവർത്തിക്കാരാണ്. തസ്മാന്നർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. അല്ലയോ കൃഷ്ണ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം ബന്ധുക്കളായ ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലുവാൻ പാടില്ല. സ്വജനത്തെ ഹനിച്ചിട്ട് സുഖികളാകുന്നതെങ്ങനെ? യദ്യപ്പേതേന പശ്യന്തി ലോഭോപഗത ചേതസഃ കുലക്ഷീകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപദസ്മാനി വർത്തിതും കുലക്ഷീയകൃതം ദോഷം പ്രവസിദ്ധർജനാർദ്ദന. ദുരാശയാൽ ദുഷ്ടചിത്തന്മാരായി തീർന്ന ഇവർ കുലക്ഷയം കൊണ്ടുള്ള ദോഷത്തെയും മിത്രദ്രോഹം കൊണ്ടുള്ള പാപത്തെയും കാണുന്നില്ലെങ്കിലും അല്ലയോ കൃഷ്ണ, കുലക്ഷയത്താൽ ഉണ്ടാകുന്ന ദോഷത്തെപ്പറ്റി അറിവുള്ള ഞങ്ങൾ
ഈ പാപത്തിൽ നിന്ന് പിന്മാറുവാൻ അറിവില്ലാത്തവരാകുമോ?